ഈ അഷ്ടമത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ മന്വന്തര കഥകളാണ്. അതായത് ഇപ്പോൾ ഇത് 7ാമത്തെ മന്വന്തരമാണ്, വൈവസ്വത മന്വന്തരമാണ്. ഇതിനു മുമ്പുള്ള ഏതെങ്കിലും മന്വന്തരങ്ങളിൽ ആ മന്വന്തരത്തിലെ ഏതെങ്കിലും ആളുകൾ ആ ഭഗവാനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സഹായത്തിനായിട്ട് ആ ഭഗവാൻ അവിടെ അവതരിച്ചിരിക്കും. അങ്ങനെയുള്ള മന്വന്തരങ്ങളിൽ നടന്ന കഥകളായിരിക്കും ഏതിൽ പറയുക? 8. അതാണ് മന്വന്തര ഈശാന കഥ. നമ്മൾ ലക്ഷണം പറഞ്ഞു. അതിൽ മന്വന്തരം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞായിരുന്നു? ഒരു മനു ബലിക്കുന്ന പറഞ്ഞാന്ന് തോന്നുന്നു. പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. എന്നാ ശരി. ഒരു മനു ഭരിക്കുന്ന കാലഘട്ടത്തിന് പറയുന്ന പേരാണ് മന്വന്തരം. ഇത് ബ്രഹ്മദേവനെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് ബ്രഹ്മദേവന്റെ ഒരു പകൽ 1000 ചതുര്യുഗമാണ്. ഈ 1000 പകൽ ചതുര്യുഗത്തിൽ 14 മനുക്കൾ ഭരിക്കും. അങ്ങനെ ആവുമ്പോൾ ഒരു മനുവിന്റെ കാലഘട്ടം എത്ര വരും? 14 കൊണ്ട് 1000 ഡിവൈഡ് ചെയ്താൽ എത്ര ചതുര്യുഗം കിട്ടുമോ അത്രയും ചതുര്യുഗം. അപ്പൊ ഏതാണ്ട് 71 സംതിങ്, റൗണ്ട് ചെയ്തോ 72. എന്നിട്ട് ഇതിനെ കണക്കും പറയും. ഏത് തൃതീയ സ്കന്ധത്തിലാ പറഞ്ഞത്. അവിടെ പറയും 4 ചതുര്യുഗങ്ങളാണ്. അതിൽ കൃതം, ത്രേത, ദിശതൈർ ഗുണാനപി എന്നാണ് ആ ശ്ലോകം. ഞാൻ അത് ഓർക്കുന്നില്ല ഏതാണ്. ഇങ്ങനെ ആദ്യ ക്രമത്തിൽ പറഞ്ഞ് കൃത, ത്രേത, ദ്വാപര, കലി, ഇങ്ങനെ 4 യുഗങ്ങൾ. എന്നിട്ട് പറയുകയാണ് 4, 3, 2, 1 സഹസ്രാണി. എന്നിട്ട് പറയാണ് ദിശതൈർ ഗുണാനപി എന്നാണ്. ഇത് വെച്ചുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ 4, 3, 2, 1. അപ്പൊ 4 ഏത് യുഗത്തിന് പോകും? കൃതയുഗത്തിന്. മനസ്സിലായോ? 3 എന്നുള്ളത് ഏതിന് പോകും? ത്രേതം. 2 ദ്വാപരം, 1 കലി. ഇത്രയും 1000ങ്ങൾ. അപ്പൊ 4000. മനസ്സിലായോ? 3000, 2000, 1000. എന്നിട്ട് പറയാ ദ്വിശതൈർ ഗുണാനപി. 2 ശതം എന്ന് പറയുമ്പോ 100, 200ആയി. മനസ്സിലായോ? ആ 200 അതിന്റെ ഗുണനം. ഏതിന്റെ? മേളിൽ പറഞ്ഞ 4ന്റെ ഗുണനം. 4 × 200, 800. അപ്പൊ ആദ്യത്തേതിന് എത്ര വർഷം വരും? 4800. കണക്കിച്ചിരി പൊളിച്ചാലേ പഠിക്കട്ടെ. പിന്നെയോ 3 ഗുണം 200 × 3, 3000. മനസ്സിലായോ? അടുത്തത് 2 × 200, 400, 2400. 1000 × 2, അല്ല 200 × 1, 1000. ഇങ്ങനെയാണ്. അപ്പം ഹൃദയകൊത്തിയിൽ എത്ര വർഷം വരും? 4800 ചതുര്യുഗം. മനസ്സിലായോ? ഇങ്ങനെയാ കണക്കെടുക്കുന്നത്. അങ്ങനെയുള്ള 72 ചതുര്യുഗമാണ് ഒരു മന്വന്തര കാലഘട്ടം എന്നർത്ഥം. ഏതായാലും അങ്ങനെ ആ മന്വന്തരം പറയും. ആ മന്വന്തരത്തിലെ സുപ്രീം പോസ്റ്റ് എന്ന് പറയുന്നത് ആളാരാണ്? മനു ആയിരിക്കും. പക്ഷെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മനു പോസ്റ്റിൽ ഇരിക്കത്തേ ഉള്ളൂ, ഒപ്പിടാനുള്ള അവകാശമേ ഉള്ളൂ. കേരളത്തിലെ ഗവർണറെ പോലെ. പവർ ആർക്കാ? ഗവർണർക്കാ. വല്ല കാര്യം നടണ്ടോ? ഈ ഭരണത്തിന്റെ ചുമതല നടത്തേണ്ടത് ആരാണ്? ആ പോസ്റ്റിന് പറയുന്ന പേരാണ് ഇന്ദ്രൻ. നമ്മുടെ കേരളത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലോ മുഖ്യമന്ത്രി. പിന്നെ ക്യാബിനറ്റ് മന്ത്രിമാർ, അവരാണ് സപ്തർഷികൾ, ഇവിടുത്തെ പ്രധാന വകുപ്പുകൾ. പിന്നെ സഹമന്ത്രിമാർ, ദേവന്മാരെല്ലാം.
ഇങ്ങനെ ഓരോരുത്തരെയും അലോട്ട് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും പാരമ്പര്യമുണ്ട്. മനുവിന് വേണമെങ്കിൽ തന്റെ മക്കളെ കൂടെ ഭരണത്തിൽ അഡോപ്റ്റ് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. അതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെല്ലാം അവരുടെ കാലം തീരുന്നതിന് മുമ്പ് ആരെ കയറ്റാൻ ശ്രമിക്കും? മക്കൾ രാഷ്ട്രീയം. ഇതാ കാര്യം. ഇതെന്നേ തുടങ്ങിയതാ, പണ്ടേ തുടങ്ങിയതാ. ഇങ്ങനെ ആ മന്വന്തരങ്ങളിലൊക്കെ ഇങ്ങനെയാണ് മന്വന്തരങ്ങളെ കണക്കാക്കുന്നത്. എന്നിട്ട് ഓരോരോ മന്വന്തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഭഗവാന്റെ അവതാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലീലയായിരിക്കും ഇവിടെ പറയുന്നത്. അങ്ങനെ ഉള്ളതിൽ 4ാമത്തെ മന്വന്തരത്തിൽ പറഞ്ഞ ഒരു കഥയും 6ാമത്തെ കഴിഞ്ഞ മന്വന്തരത്തിൽ നടന്ന 2 കഥകളുമാണ് ഈ പുരാണത്തിൽ അല്ലെങ്കിൽ ഈ സ്കന്ധത്തിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പറഞ്ഞത് 4ാമത്തെ മന്വന്തരത്തിൽ നടന്ന ഒരു വെള്ളത്തിൽ മുതലയുടെ വായിൽ കാലകപ്പെട്ടുപോയ ഒരു ആനയെ രക്ഷിക്കാൻ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും അവസാനം ആ മുതലയെ കൊന്ന് അയാളെ രക്ഷിച്ചു വിട്ടുവെന്നും പറയുന്ന കഥ. അതാണ് വളരെ പ്രസിദ്ധമായ ഏത് ഗജേന്ദ്രം കഥ എല്ലാവർക്കും അറിയാം. അതായത് വളരെ പ്രസിദ്ധമായ ഒരു സരസാൻ. അവിടെ ഇവിടെ പറഞ്ഞ ആസീത് ഗിരിവരോ രാജ ത്രികൂട ഇതി വിശ്രുത. ത്രികൂടം എന്ന് പേരുള്ള ഒരു പർവ്വതം. 3 കൂടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ത്രികൂടം എന്ന് പറഞ്ഞത്. 3 കൂടം എന്ന് പറഞ്ഞാൽ കൊടുമുടി. അതിൽ ഒരു കൊടുമുടി സ്വർണമായിരുന്നു, സ്വർണ്ണ ധാതുക്കൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. മറ്റൊന്ന് വെള്ളിയായിരുന്നു, അടുത്തത് ഇരുമ്പായിരുന്നു. അങ്ങനെയുള്ള കൊടുമുടികളോട് കൂടിയ ഒരു പർവ്വതം. ആ പർവ്വതത്തിന്റെ താഴ്വാരത്ത് ധാരാളം പൊയ്കകളുണ്ട്, ധാരാളം തടാകങ്ങളുണ്ട്, പലതരത്തിലുള്ള പൂക്കളും കായ്കളും അങ്ങനെയൊക്കെ പറഞ്ഞ് മൃഗങ്ങളും അതേപോലെ മരങ്ങളും ഒക്കെ ഉണ്ട്. അതിസുന്ദരമായ ഒരു താഴ്വാരമായിരുന്നു ഏത്? ഈ താഴ്വാരം, ഈ ത്രികൂടപർവ്വതത്തിന് താഴെ. അങ്ങനെയുള്ള ഈ താഴ്വാരത്തിൽ ഒരിക്കൽ അവിടെ ഒരു ആനയും ആ ആനയുടെ കൂട്ടത്തിലുള്ള പിടിയാനകളും ഒക്കെ ഇങ്ങനെ വിഹരിച്ച് ഇഷ്ടംപോലെ നടക്കും. അവിടെയുള്ള ഈറ്റയൊക്കെ തീർന്ന് ഇങ്ങനെ മതിച്ചു നടക്കുകയാണ്. ഇങ്ങനെ അവര് മതിച്ചു നടക്കി ഉച്ചവരെ തീറ്റിയെല്ലാം തിന്നും. ഉച്ച കഴിയുമ്പോൾ ഏതെങ്കിലും പൊയ്കയിൽ ഇറങ്ങി കുളി അങ്ങോട്ട് തുടങ്ങും. എങ്ങനെയാണെന്നും പറയുന്നുണ്ട് ഇവിടെ. അതാണ് ആ കഥയുടെ കീ പോയിന്റ്. പിടിയാനകൾ തങ്ങളുടെ തുമ്പിക്കൈയില് വെള്ളം വാങ്ങി എന്ത് ചെയ്യും? കൊമ്പനാനയുടെ മേത്തോട്ട് ഒഴിക്കും. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? തിരിച്ചു ഒഴിക്കും. ഇപ്പൊ ചില പിടിയാനകൾ വലിയ കമ്പ് കൊണ്ടുവന്നിട്ട് കൊമ്പന്റെ പുറത്തുള്ള ചെളിയൊക്കെ കമ്പ് കൊണ്ട് ഒരച്ചെളി. എന്നിട്ട് ഇവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ എങ്ങനെയാ? വർത്തമാനോ ഗൃഹാശ്രമി. എങ്ങനെയാണ് കഴിഞ്ഞത്? എപ്രകാരമാണോ ഒരു ഗൃഹസ്ഥൻ തന്റെ വീട്ടിൽ തന്റെ പത്നിമാരും മക്കളുമായിട്ടൊക്കെ വിഹരിക്കുന്നത്, അതേപോലെ വിഹരിച്ചു. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പോകും. വൈകുന്നേരം ആകുമ്പോ കയറിപ്പോരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ആനയും തന്റെ കൂട്ടത്തിലുള്ള പിടിയാനകളും എല്ലാവരും കൂടി നേരെ ഒരു പൊയ്കയിലേക്ക് എത്തി. തീറ്റിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ആവശ്യത്തിന് കഴിച്ചു. കുളിക്കാൻ സ്നാനത്തിനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. പരസ്പരം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചീറ്റിച്ചു. കുളിയെല്ലാം കഴിഞ്ഞു. നേരെ എന്ത് ചെയ്തു? തിരികെ പോകേണ്ടുന്ന സമയമായി. ആ കൊലക്കൊമ്പൻ ആന അവിടെ നിൽക്കുകയാണ്, വെള്ളത്തിക്കുകയാണ്. ആദ്യം എന്ത് ചെയ്തു ഈ ആന? ആദ്യം ആരെയാ കയറ്റിവിടേണ്ടത്? കുട്ടി ആനകളെയാ. ബസ്സേ കയറാൻ നേരത്തെ എങ്ങനെയാ? ഭാര്യയും ഭർത്താവും 2 പിള്ളേരും ഉണ്ട്. ആദ്യം ബസ് വന്ന് നിന്നയാണല്ലോ അങ്ങേര് കയറി സീറ്റിൽ പോയിരിക്കുവോ? ഇല്ല. ആദ്യം പിള്ളേരെ കയറ്റിവിടും. അടുത്ത് കഴിഞ്ഞ് ഭാര്യയും കയറി എന്ന് ബോധ്യം വന്നാലേ ആര് കയറൂ? എന്തൊരു ഉത്തരവാദിത്വം ഒന്നും. ഏതായാലും കയറി. ഇതേപോലെ തന്നെ ആദ്യം പിടിയാനകളെ കയറ്റി വിട്ടു. അതിനുശേഷം കരേണുഹു, പിടിയാനകളെ എല്ലാം കയറ്റി എല്ലാരും മുകളിലെത്തി എന്ന് ഉറപ്പ് വരുത്തിയിട്ട്
കൊമ്പനാന പതുക്കെ കയറാൻ അങ്ങോട്ട് തുടങ്ങി. മുൻകാല് വെച്ചു, പിൻകാല് വലിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് എന്തോ ഒന്ന് ഉടക്കി. എന്താന്ന് വെച്ച് ഒരു വലി അങ്ങോട്ട് വലിച്ചു, അപ്പൊ പിടി മുറുകി. വീണ്ടും ശക്തിയായിട്ട് വലിച്ചു, അപ്പോൾ അതേ ശക്തിയിൽ അങ്ങോട്ട് വലിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ വീണ്ടും ശക്തിയായിട്ട് വലിച്ചു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ? തന്റെ പിൻകാലിൽ ഒരതിഭയങ്കരമായിരിക്കുന്ന മുതല പിടികൂടിയിരിക്കുകയാണ്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അതിശക്തമായിട്ട് ആരിങ്ങോട്ട് വലിക്കുകയാണ്? ആന. അതേ ശക്തിയോടുകൂടി മുതലയെ അങ്ങോട്ട് വലിയ. കാരണം കരയിലെ ഏറ്റവും ശക്തനായ മൃഗമാണ് ആര്? ആന. വെള്ളത്തിലെ ശക്തനാണ് മുതല. ഈ രണ്ട് സ്ഥലങ്ങളിൽ അവർക്ക് ശക്തിയുള്ളൂ. ഇതേ ആന വെള്ളത്തിൽ ചെന്നാലോ വട്ടപൂജ. അതേ മുതല കരയിൽ വന്നാലോ പട്ടി ഉരച്ചാൽ മതി, ഇറങ്ങി ഓടും. അതുകൊണ്ടാണ് കഥയുടെ പശ്ചാത്തലം അങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. വെള്ളത്തിൽ കിടന്ന മുതലയെ കരയ്ക്കോട്ട് വലിച്ചെടുക്കാൻ ആർക്കും പറ്റുന്നില്ല, മുതലയ്ക്ക്. കാരണം മുതല വെള്ളത്തിൽ രാജാവാണ്. അതുകൊണ്ട് കരയിൽ നിൽക്കുന്ന ശക്തനായതുകൊണ്ട് കരയിൽ നിൽക്കുന്നവനെ വെള്ളത്തിലോട്ട് വലിച്ചോണ്ട് പോകാനും കഥയുടെ ഭംഗിയത നടന്നില്ല. അങ്ങനെ ഈ പിടിവലി ആദ്യമൊക്കെ ഇവൻ ഓർത്തു, എന്റെ ശക്തി കൊണ്ട് എനിക്ക് സാധിക്കും എന്ന് കരുതിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ പറയുന്നത് 1000 വർഷവും 10,000 വർഷമൊക്കെ പുരാണത്തിൽ പറയുന്നത് ഒരാൾ, അത് പുരാണത്തിന്റെ രചന ശൈലിയാണ്. അത് കുറച്ച് ദിവസം എന്തൊക്കെ കണക്കെടുക്കാവല്ല, അത്രയും വർഷം അങ്ങനെ എടുക്കരുത്. ഏതായാലും വളരെയധികം കാലം അവർ തമ്മിൽ മൽപ്പിടുത്ത. അതുവരെ ഇവന്റെ ധാരണ എന്താ? തന്നെ കൊണ്ട് പറ്റുന്നത്. അപ്പൊ കുറെ നേരം വലിച്ചിട്ട് കയറി വരാൻ നമ്മൾ പിടിയാനകൾ ഇത് കണ്ടു. പിടിയാനകളെല്ലാം കൂടെ ചെന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? കൊമ്പനെ സഹായിച്ചു. എന്ത് ചെയ്തു? ഇവരെല്ലാവരും കൂടെ കൂട്ടുപിടുത്തം അങ്ങോട്ട് വലിക്കാൻ തുടങ്ങി. എന്നിട്ടും നടക്കുന്നില്ല. അവസാനം കുറെ നേരം വലിച്ചു കഴിഞ്ഞപ്പോൾ പിടിയാനകൾക്ക് മനസ്സിലായി ഇവനെ ഇനി രക്ഷപ്പെടുത്താൻ മാർഗമില്ല. അപ്പോഴേക്കും സകല പിടികളും പിടി വിട്ടു. ഇതാണ് ഏതൊരുത്തന്റെ അവസ്ഥ. തന്റെ കൊമ്പൻ മുങ്ങിപ്പോയി എന്നുറപ്പായി കഴിഞ്ഞാൽ അതുവരെ വെള്ളത്തിലിറങ്ങാൻ സഹായിച്ച പിടികളൊക്കെ ആ പിടി വീടും. അതുകൊണ്ടാണ് പറയുന്നത് പിടികളുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. എന്തെല്ലാം പ്രേരണ ചെലുത്തിയ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തമിഴര് ആയിട്ടുള്ള ആളുകള് ഈ വട്ടിപ്പലിശക്കാര് വരും. അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും വാങ്ങിച്ചു എന്ന് കണ്ട ആ ഭ്രമത്തിലാണ് ഇപ്പറേ മേടിക്കണം എന്ന് പറഞ്ഞ് എങ്ങനെയും എടുക്ക നമുക്ക് കൊടുക്കാവുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എരിവേറ്റി 10,000-50,000 രൂപ ബ്ലേഡിൽ നിന്ന് എടുക്കും. അയക്ക് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റുമായിരിക്കും. ഇയാൾക്കോ ആഴ്ചയിൽ പണി ഉണ്ടെങ്കിലാണ് ഇത് അടയ്ക്കാൻ പറ്റുക. പണിയില്ലാതെ വന്നു. അവസാനം വട്ടിപ്പലിശക്കാരൻ വീട്ടിൽ കയറി ഇറങ്ങി ബഹളം വെക്കാൻ തുടങ്ങിയപ്പോൾ ഈ മേടിക്കാൻ പ്രേരിപ്പിച്ച സ്ത്രീ കാലുമാറും. അന്നേരെ ഞാൻ പറഞ്ഞതാ, മനുഷ്യ നിങ്ങള് ആകാമെങ്കിൽ ഇതിന് പോകാവുള്ള ഇല്ലേ? അതാ പറഞ്ഞ പിടി വീടുവന്നു. ഏതായാലും ഈ തരത്തില് ഇവരെ കൊണ്ട് രക്ഷയില്ലാതെ ഇവരെല്ലാം അവരുടെ വഴിക്ക് പോയി. അവസാനം ഈ കൊമ്പൻ ഒറ്റയ്ക്കായി എന്നർത്ഥം. അങ്ങനെ നീണ്ട കാലം വിളിച്ചു, എന്നിട്ടും രക്ഷയില്ല. അപ്പോൾ ഇവന് ബോധ്യമായി തന്റെ ശക്തിയോ തന്റെ കൂട്ടത്തിലുള്ളവരുടെ ശക്തി കൊണ്ടോ തനിക്ക് ഈ മുതലയുടെ വായിൽ നിന്നും രക്ഷപ്പെടാൻ അവസാന ഘട്ടമായപ്പോൾ മനസ്സിലായി. അതുവരെ അയാൾ പ്രയത്നിച്ചു, തന്റെ പ്രയത്നം മുഴുവനെടുത്തു, നടക്കില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ആ പൊയ്കയിൽ നിന്ന് തന്നെ ഒരു താമരപ്പൂ അങ്ങോട്ട് പറിച്ചെടുത്ത് ആ ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിയാണ് വളരെ പ്രസിദ്ധമായ ഏതാ? ഗജേന്ദ്ര സ്തുതി. പറയാൻ പോയാൽ ബുദ്ധിമുട്ടാ. ഏതായാലും ആ സ്തുതി അങ്ങോട്ട് സ്തുതിച്ചു. ഈ സ്തുതിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, കഥയിൽ സ്തുതിക്കുകയാണെങ്കിലും
ഇതൊരു സാമാന്യ സ്തുതിയല്ല, ഒരാനയുടെ സ്തുതിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇന്ന് നമ്മുടെ ഇടയിൽ കിട്ടുന്ന ദശ ഉപനിഷത്തുകൾ, പ്രധാനമായിട്ടുള്ള ബൃഹദാരണ്യം, ഗേരം, പ്രശ്നം, മാണ്ഡുക്യം എന്നൊക്കെ പറയുന്ന ദശ ഉപനിഷത്ത് എന്ന് പറയുന്നു. ഈ 10 ഉപനിഷത്തുക്കളുടെയും സാരാംശമാണ് ഏത് സ്തുതിയിൽ? ഈ ആന സ്തുതിക്കുന്ന സ്തുതി. അപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാം, ഇത് കേവലം ഒരു തിര്യക്ക് ഇനത്തിൽപ്പെട്ട ഒരു ജന്തുവിന്റെ സ്തുതിയായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. കാരണം സകല ഉപനിഷത്തിന്റെ സാരമാണ് അതിൽ വരുന്നത്. എന്താണ്? ഓം നമോ ഭഗവതേ തസ്മൈ ഏതച്ചിദചിദാത്മകം പുരുഷായാദിബീജായ പരേശായാ ധീമഹി എന്നാ സ്തുതിച്ചത്. ഇതേ കണ്ടന്റാണ് കുന്തി സ്തുതിയിൽ നമ്മൾ കണ്ടത്. നമസ്യേ പുരുഷത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. നോക്കുക, ഇത് രണ്ടും ഒരു സാദൃശ്യമാണ്. അപ്പൊ ഇത് ഏതോ ഒരു ഉപനിഷത്തിന്റെ സാരമാണ്. എന്താ പറഞ്ഞേ? ഓം നമോ ഭഗവതേ, ആ ഭഗവാനായിക്കൊണ്ട് ഇതാ നമസ്കാരം. തസ്മൈ, അവനായിക്കൊണ്ട്. എന്താ? യഹ, യാതൊരുവൻ, ഏതത് ചിത് ആത്മകം, ചിത്സ്വരൂപനായിരിക്കുന്ന എന്നാൽ എന്റെ ഉള്ളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനുമായ അവനായിക്കൊണ്ട് ഇതാ നമസ്കാരം. ആരാവനവൻ? പുരുഷായ, ആ പുരുഷനായിക്കൊണ്ട് ഓരോ ശരീരത്തിലും ചൈതന്യരൂപേണ വിളങ്ങുന്ന ആത്മചൈതന്യമായിരിക്കുന്ന പുരുഷനായിക്കൊണ്ട് ആദിബീജായ. എന്താ ആദിബീജം? ആദിയായവൻ എന്നല്ല പറഞ്ഞത്, ആദിയായവൻ പുരുഷൻ. അങ്ങനെയാണെങ്കിൽ ആദിബീജം എന്ന് പറഞ്ഞാലോ? അതെ, അത് മനസ്സിലായി. ബീജം കാരണം. ഇവിടെ ബീജം കൊണ്ട് ഉദ്ദേശിച്ചത് നപുംസകലിംഗത്തിലാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഈ സൃഷ്ടിക്ക് കാരണക്കാരനാണ്. ഈ സൃഷ്ടി നടക്കണമെങ്കിൽ അതിനുള്ള ചില വസ്തുക്കൾ ഉണ്ടാവണം. ആ വസ്തുക്കളാണ് പഞ്ചഭൂതങ്ങൾ തുടങ്ങിയവ. പഞ്ചഭൂതങ്ങളെ ഒരിക്കലും പുല്ലിംഗത്തിലല്ല പറയുക, പഞ്ചഭൂതാനി എന്നാ പറയുക. അല്ല, നപുംസകല്ലേ? എന്തുകൊണ്ട് വന്നു? ബീജം, ബീജേ, ബീജാനി. അപ്പൊ ഭൂതാനി, ബീജാനി. അപ്പൊ ഇവിടെ പഞ്ചഭൂതങ്ങളായിട്ട് മാറിയിരിക്കുന്നതുമാര് തന്നെയാ. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടികർത്താവായതും സൃഷ്ടിക്കുള്ള സാമഗ്രി. ആ സാമഗ്രിയാ പഞ്ചഭൂതം. നോക്കുക, എന്താണ്? പുരുഷായാദിബീജായ പരഈശായ അഭിധീമഹി. ഈ പ്രകൃതിയിൽ നിന്നും വേറിട്ടു നിൽക്കുന്നവനുമായി അറിയപ്പെടുന്നവൻ ആരാണോ അവൻ തന്നെയാണ് ആര്? അല്ലയോ ഭഗവാനെ അങ്ങ്. എന്നിട്ട് പറയുക, ആ ഒരു ശ്ലോകം കൂടെ പറയുന്നുള്ളേ. യസ്മിൻ നിദം യതശ്ചൈദം യേന ഇദം യേനേദം യഇദം സ്വയം യോ അസ്മാദ് പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. യസ്മിൻ ഇദം, ഇതെന്ന് പറഞ്ഞ ജഗത്ത് എന്നർത്ഥം. ഈ ജഗത്ത്, ഈ വിശ്വം യാതൊന്നിലാണോ നിലനിൽക്കുന്നത്? ഈ ജഗത്ത് ഇങ്ങനെ നിലനിൽക്കാൻ ഒരധിഷ്ഠാനം വേണം. ജഡവസ്തു ഇരിക്കണമെങ്കിൽ അതിനൊരാധാരം ഉണ്ടാവണം. ജഡമായിരിക്കുന്ന വസ്തുവാണ് ഈ പുസ്തകം. ഈ പുസ്തകം ഇരിക്കണമെങ്കിൽ ഒരടിസ്ഥാനം വേണ്ടേ? നിങ്ങളും ഇരിക്കുന്നത് ഏതേലാ? കസേരയില. അപ്പൊ ഉറപ്പായി ഏതാ? ഇരിക്കും, അത് മനസ്സിലായെന്നല്ല, ജഡമാന്ന. കാരണം ഇരിക്കുന്നത് ആരാ? ശരീരമാണ്. അതുകൊണ്ട് ശരീരം എന്തോന്നാ? ജഡം. അപ്പൊ യസ്മിന്നിതം, ഈ ജഡമായിരിക്കുന്ന ഈ ജഗത്ത് യാതൊന്നിലാണോ ഇരിക്കുന്നത്? പിന്നെ യതശ്ചൈദം, യാതൊന്നിൽ നിന്നാണോ ഇത് ഉണ്ടായത്? ഈ ലോകം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഉണ്ടായത്?
ആ ഭഗവാനിൽ നിന്നു തന്നെയാണ്. എവിടെ? ആ പരമപുരുഷനായി നമ്മൾ പറഞ്ഞു, നീ ആവർത്തിച്ച് പുറകോട്ട് പോയാൽ പാടാ. ആ പരമപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ നാഭിയിലാണ് ഈ വിശ്വതാമര ഉണ്ടായത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അങ്ങയിൽ നിന്നാണ് ഇതുണ്ടായത്. ആട്ടെ, ഈ ജഗത്ത് ഉണ്ടായിരിക്കുന്നതിന്റെ അതിന്റെ സാധനങ്ങളൊക്കെ ഏതാ? അങ്ങയിൽ നിന്ന് തന്നെയാണ്. ഇനിയോ ഇത് ഉണ്ടായത് എങ്ങനെയാ? സ്വയം, അതായത് അങ്ങയുടെ ഈക്ഷണം എന്ന് പറയുന്ന പ്രവൃത്തിയിലൂടെയാണ്. യഹ അസ്മാത് പരസ്മാദിജ, എന്നിലുമുണ്ട്, ബാക്കിയുള്ള സകല ചരാചരങ്ങളിലും ഇത് കുടികൊള്ളുന്നുണ്ട്. എന്നിട്ടോ എന്നാൽ പരഹ, അതിലൊന്നും ഒരു ബന്ധവുമില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് കാവിലം പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, ഇവിടെ ഒരാൾ നിപ്പുണ്ടെന്ന്. തള്ളവരില് ഇവരുമായിട്ട് ബന്ധമുണ്ടോ? ഇതിൽ നിന്ന് മാറിയാ നിൽക്കുന്നത് എന്ന് വെച്ച് ഇവനില്ലെങ്കിൽ കർമ്മം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് പരഹ, പരനായി നിൽക്കുന്നവനുമായ അങ്ങേക്കായിക്കൊണ്ടിതാ നമസ്കാരം. ഇതിന് സാധാരണഗതിയിൽ എളുപ്പം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു വലിയ ഒഴുക്ക്, ആ ഒഴുക്കില് കാറ്റുണ്ടായി, ഓളമടിച്ചു. ആ ഓളത്തിൽ ഒരു കുമിള ഉണ്ടായി. ഈ കുമിള ഉണ്ടായത് എവിടെ നിന്നാ? വെള്ളത്തിൽ നിന്നാ. അത്ര ഈ കുമിള നിൽക്കുന്നത് എവിടാ? വെള്ളത്തിലാ. ഈ കുമിള എന്ന് പറയുന്നത് എന്തോന്നാ? വെള്ളമാണ്. അവസാനം പൊട്ടിച്ചേർന്ന കഴിഞ്ഞാലോ എങ്ങോട്ടാ ചേരുന്നത്? അത്രേ പറഞ്ഞു. ഇതേപോലെയാണ് ഈ ജഗത്ത്. ആ ഭഗവാനിൽ നിന്നുണ്ടായി, ഭഗവാനാകുന്നത് കൊണ്ട് നിർമ്മിക്കപ്പെട്ട്, ഭഗവാനിൽ തന്നെ നിലനിന്ന് വളർന്ന് അവസാനം ആരിൽ തന്നെ ചെന്ന് ചേരുന്നു? അങ്ങനെയുള്ള സകലതിനും കാരണഭൂതനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങേക്കായിക്കൊണ്ടിതാ നമസ്കാരം. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ആചാര്യ വരുമ്പോ അടുത്ത കൊല്ലം കേട്ടോളുക. ഏതായാലും ഈ തരത്തിലൊക്കെ ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭഗവാൻ പിന്നെ ഗരുഡാരൂഢനായിട്ട് എവിടെ എത്തുകയാണ്? ആ ഗജേന്ദ്രന്റെ മുമ്പിലേക്ക് എത്തുകയാണ്. ഏവം ഗജേന്ദ്രം ഉപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗപിതാഭിമാന നൈതേയതോ വസുപതിൽ അഖിലാത്മത്വാ തത്രാഖിലാമരമയോ ഹരിരാവിരാസീത്. ആവിരാസീത് എവിടെ നിന്നോ വന്നു. ഇന്നലെ ചൊല്ലിയതും എങ്ങനെയാ പറഞ്ഞത്? ജനിച്ചു എന്നാണോ പറഞ്ഞത്? നിശീതേതമൗദ്ഭൂതേജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാ പ്രാച്യാം. ഭഗവാൻ വരുന്നിടത്തൊന്നും ജനിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആവിരാസി എവിടെ നിന്നോ വന്നു ചേർന്നു. എങ്ങനെ? ഗരുഡാരൂഢനായിട്ട്. ഉടൻ തന്നെ എന്ത് ചെയ്തു? തന്റെ കയ്യിൽ നിന്ന ചക്രം കൊണ്ട് ആരെ? ഈ മുതലയെ തുണ്ടമാക്കി ആ ആനയെ അതിന്റെ വായിൽ നിന്നും രക്ഷപ്പെടുത്തി. ഗജേന്ദ്രൻ ഭഗവാനെ നമസ്കരിച്ചു, മോക്ഷം നേടി. എന്നിട്ട് ഒരു ഗന്ധർവനായി പോയിന്ന. എന്നിട്ട് ഇയാള് ഇങ്ങനെ വരാനുണ്ടായ കാരണമുള്ള ഒരു കഥ പറയും. ദ്രാവിഡ ദേശത്തെ ഒരു രാജാവായിരുന്നു, ഇന്ദ്രദ്യുമ്നൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഒരിക്കൽ ഇദ്ദേഹം സമാധിസ്ഥനായി ഇരുന്നപ്പോൾ അവിടെ എത്തിയ അഗസ്ത്യനെ കണ്ടില്ല, അറിഞ്ഞില്ല. തന്നെ കണ്ടിട്ട് ഗൗനിക്കാതിരുന്ന ആ ഇന്ദ്രദ്യുമ്നനെ ആര് ശപിച്ചു? അഗസ്ത്യൻ ശപിച്ചു. കാരണം എന്താ? ആനയെ പോലെ ഇരുന്നോണ്ട്. എന്താ ആനയെ പോലെ എന്ന് പറഞ്ഞാൽ? ഒന്നും അറിയാതിരുന്നോണ്ട്. ആനയ്ക്കൊരു സ്വഭാവമുണ്ട്. കക്ക ശരിയായ പെരുവാനൂരപ്പന്റെ ആറാട്ടുമൊക്കെ നടത്തുക. വടക്കൂന്നുള്ള വലിയ എന്താണ് പല്ലാവൂരും മാരാന്മാരും ഒക്കെ വന്നിരുന്ന 150 തായമ്പകയൊക്കെ അടിക്കുകയായിരിക്കും അല്ലേ? പക്ഷേ അപ്പോഴും അവന്റെ ശ്രദ്ധ മുഴുവൻ ഏതിലായിരിക്കും? മുമ്പിൽ കിടക്കുന്ന പനയോലയില. അവൻ ഇതൊന്നും ഒരു അതുപോലെ ആ ഒരു കാര്യത്തിൽ ബാക്കി ഒന്നിനെയും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് തന്നെ ഗൗനിക്കാന്ന് പറഞ്ഞാൽ നീ ഒരു ആനയായി പോവട്ടെ എന്ന് ശപിച്ചു. പിന്നെ ഈ മുതല ഹൂഹു എന്നു പേരുള്ള ഒരു ഗന്ധർവനായിരുന്നുവെന്നും അദ്ദേഹം ഇതുപോലെ ശാപഗ്രസ്തനായി വന്നതാണ്. ആ ഭഗവാൻ ശിരസ് മുറിച്ചതോടുകൂടി ആ ഗന്ധർവനും അങ്ങനെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പൂർവ്വകഥയും അവിടെ പറഞ്ഞു.
എന്നിട്ട് അവര് കടന്നുപോയി. അപ്പോഴാണ് ഇവിടെ ഒരു സംശയം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാജാവിന്റെ ഭാഗത്താണോ തെറ്റ്, അഗസ്ത്യന്റെ ഭാഗത്താണോ തെറ്റ്? രാജാവ് സമാധിസ്ഥനായിട്ടിരിക്കുക. അപ്പോഴാണ് ആര് കയറി വന്നത്? അഗസ്ത്യൻ. അപ്പൊ രാജാവ് ആരെ കണ്ടില്ല? ആരെ കണ്ടില്ല? അഗസ്ത്യനെ കാണുമോ? സമാധിയിലിരിക്കുന്ന ഒരാള് കയറി വരുന്ന ഒരാളെ അറിഞ്ഞുവെങ്കിൽ, കണ്ടുവെങ്കിൽ അത് സമാധിയാണോ? അല്ലല്ലോ. ഇത് അഗസ്ത്യൻ അറിയത്തില്ലേ? സമാധിസ്ഥനായിരിക്കും. നമ്മളൊക്കെ സമാധിയിരുന്നാ ശരി, ആര് പോയാലും അറിയും, കാരണം ഇടയ്ക്കിടയ്ക്ക് കണ്ണു നോക്കും. അപ്പൊ സമാധി എന്നുള്ള സങ്കല്പത്തിരിക്കുന്നവർക്ക് കാണാൻ പറ്റുമോ? അപ്പൊ ആരുടെ ഭാഗത്താ തെറ്റ്? ഇതൊക്കെയാ ഈ പുരാണത്തിലെ പ്രശ്നങ്ങൾ. അപ്പൊ തെറ്റ് ആരുടെ ഭാഗത്താ? അതും കൊനഷ്ട ചോദ്യങ്ങൾ വരുമെന്ന് വ്യാസൻ അറിയായിരുന്നു. അതുകൊണ്ട് വ്യാസൻ ആ കഥയുടെ അവസാനം അതിന്റെ പരിഹാരം എഴുതിയിട്ടുണ്ട്. ചില കർമ്മങ്ങളിൽ ശാപിക്കുന്നത് ഏതായിട്ടാ? അനുഗ്രഹേവജ ശാപഹ അനുഗ്രഹേവ. ഈ ശാപം കൊടുത്തത് എന്തിനാ? അനുഗ്രഹമായിട്ട്. നീ അധികകാലം ഇങ്ങനെ സമാധി ഒന്നും ഇരിക്കണ്ടടാ, അവിടെ പോയി ആനയായിട്ടിരുന്നാ നിന്നെ ആര് തന്നെ വന്ന് ശരിയാക്കും. അപ്പൊ ആ ശാപം ഇവിടെ ഏത് തരത്തിലാ പ്രയോജനപ്പെടുത്തിയേ? അവര് ശപിച്ചു എന്നൊരു കാരണം. എന്തിനാ? ഈ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ. ഇങ്ങനെ പറഞ്ഞാണ്. അപ്പൊ ഈ കഥ എന്തിനാ നമ്മളോട് പറഞ്ഞത്? 7ാമത്തെ സ്കന്ധം കഴിഞ്ഞു, പ്രഹ്ലാദന്റെ തലത്തിലേക്ക് നമ്മള് ഉയർന്നു. ഇനി നമ്മൾ എങ്ങോട്ട് പോവാ? 10ൽ ആരെ അവതരിപ്പിക്കാൻ? ഭഗവാനെ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മള് ഗൃഹസ്ഥനായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ സംസാരത്തിൽ കഴിയുമ്പോൾ പല തരത്തിലുള്ള മുതലകളും നമ്മളെ പിടിക്കും. മനസ്സിലായോ? ഈ മുതലകളെ ആര് ഇല്ലാതാക്കണം? ആ ഭഗവാൻ തന്നെ ഇല്ലാതാക്കിയെങ്കിലേ നമുക്ക് ആരുടെ പൂർണ്ണമായിട്ട് 10ൽ അവതരിപ്പിക്കാൻ പറ്റൂ? ഭഗവാനെ. അങ്ങനെ ഈ സംസാരത്തിൽ അതുകൊണ്ടാണ് ആ ആനകളോടൊപ്പം, പിടിയാനകളോടൊപ്പം ആരെ പോലെ വിഹരിച്ചു എന്നാ പറഞ്ഞത്? ഒരു ഗൃഹസ്ഥനെ പോലെ ഈ ആന വിഹരിച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് ആരുടെ കഥയാ? നമ്മുടെ കഥയാ. ഓരോ ഗൃഹസ്ഥന്റെയും കഥയാ. ആ ഇറങ്ങിയ പൊയ്ക ഏതാ? ഈ പൊയ്ക തന്നെ, ഈ സംസാരമാകുന്ന പൊയ്ക. ഇവിടേക്ക് ഇറങ്ങുന്ന ഓരോ ഗൃഹസ്ഥന്മാരെയും ഓരോ സമയത്തും ഓരോരോ മുതലകൾ പിടിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ സപ്താഹം ആദ്യമായിട്ട് നടക്കുക. തീരുമാനമൊക്കെ എടുത്തു. എന്ത് പ്രശ്നമുണ്ടേലും എന്ത് കേൾക്കും? സപ്താഹം കേൾക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം കേട്ടു. 2ാമത്തെ ദിവസം ആളെ കണ്ടില്ല. ഒരാളെ ഞാൻ ചുമ്മാ ചോദിച്ചു, ഇന്നലെ കണ്ടില്ലല്ലോ, അവിടെ പോയി? ഒരു കല്യാണ നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ പിടിച്ച മുതല ഏതാ? കല്യാണ നിശ്ചയം എന്ന മുതല. ആ മുതല പിടിച്ചപ്പോൾ അങ്ങോട്ട് പിടിച്ചു വലിച്ചു. ആരെ വിട്ടു? സപ്താഹം വിട്ടു. എന്നാ നാളെ പോകുമെന്ന് വെച്ച് തീരുമാനിച്ചിരുന്നപ്പോഴാ 2 മാസമായിട്ട് തേങ്ങ ഇടാൻ ഒരുത്തനെ വിളിച്ചോണ്ടിരിക്കുക, വരത്തില്ല. അന്ന് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് തേങ്ങ ഇടാൻ ആള് വന്നിരിക്കുക. സപ്താഹത്തിന് പോവോ തേങ്ങ ഇടിക്കുവോ? അപ്പൊ അന്നത്തെ സപ്താഹവും ഗോപി. ഇന്ന് പിടിച്ച മുതല തേങ്ങ ഇടി. പ്രായമായി കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാൽ ഓരോ വീട്ടിലെ ഉള്ള അമ്മയെ, വല്യപ്പനെയും വല്യമ്മയൊക്കെ പിടിക്കുന്ന ഒരു മുതലയുണ്ട്, കൊച്ചുമക്കൾ എന്ന മുതല. അവരേൽപ്പിച്ചിട്ട് പോവുക അല്ലേ? ഇങ്ങനെ ഓരോരോ കർമ്മങ്ങളാകുന്ന മുതലകൾ പിടിക്കപ്പെട്ട് നമ്മൾ ഈ സംസാരത്തിൽ ഉഴലുകയാണ്. അങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ എന്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് ഇതിൽ നിന്നും വിടുതൽ നേടാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഞാൻ കുറെയൊക്കെ ശ്രമിക്കും. എന്നിട്ടും രക്ഷയില്ലാതെ വരും. അപ്പോൾ മാത്രമേ മനസ്സിലാവൂ എന്നെ കൊണ്ട് പണിയൊന്നും നടക്കില്ല. ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? അപ്പൊ കുളത്തിന്ന് തന്നെ എന്ത് പറിച്ചു? ആ താവൽ കടയിലെ
പൂക്കടക്കാരൻ മേടിച്ച് വെച്ചിരിക്കുന്ന താമര വെച്ച് വെച്ചൊന്നും ഒരു കാര്യവുമില്ല. ഏത് താമര പറിക്കണം? ഇവിടെ ഇരിക്കുന്ന താമര ഇങ്ങോട്ട് പറിക്കണം. അവനവന്റെ ഹൃദയമാകുന്ന മനസ്സാകുന്ന താമര പറിച്ച് മനസ്സു നൊന്ത് ആരെ വിളിക്കണം? അപ്പോൾ ആര് വരും? ഏതെങ്കിലും രൂപത്തിൽ രക്ഷപ്പെടുത്തും. അതാണ് തത്രാകിലാകിരമയോ ഹരിഹി അവിരാസീത് എന്ന് പറഞ്ഞതിന്റെ കാര്യത. അവിടെയാ ഭഗവാൻ എത്തും. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മളിവിടെ ചൊല്ലാറുണ്ട്, ഭഗവാനെ അങ്ങനെ അങ്ങ് വരണം. ചൊല്ലാറില്ലേ? സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ. കർമ്മങ്ങളാകുന്ന ഗ്രാഹം മുതലയാ. കർമ്മങ്ങളാകുന്ന മുതലകൾ പിടിച്ച് കർമ്മഗ്രാഹഗൃഹേതാംഗം മാം ഉദ്ധര ഭവാർണവാത്. എന്നെ ഉദ്ധരിച്ചാലും ഏതിൽ നിന്ന്? ഭവ അർണവാത്. ഭവം എന്ന് പറഞ്ഞാൽ സംസാരമാണ്. ഈ സംസാരമാകുന്ന സമുദ്രത്തിൽ നിന്നും എന്നെ ഉദ്ധരിച്ചാലും എന്ന ദിവസവും പ്രാർത്ഥിക്കുന്നു. അപ്പോ നമ്മള് ഈശ്വര അന്വേഷണത്തിന് ഇറങ്ങിത്തിരിച്ചാൽ പോലും പൂർണ്ണമായിട്ടും നമുക്കവിടെ എത്താൻ ഓരോ തരത്തിലുള്ള തടസ്സങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കും എന്നർത്ഥം. അവിടെ നിന്നെല്ലാം മുക്തനാകണമെങ്കിൽ ആരെ രക്ഷയുള്ളൂ? ഭഗവാനെ ശരണാഗതി അടയുക, പൂർണ്ണമായിട്ട് വിളിച്ചു കരയുക. അങ്ങനെ പറയേണ്ടിട്ട് പറഞ്ഞതാണ് ഏത്? ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾ ഭഗവാനെ പൂർണ്ണമായിട്ട് വിളിക്കണം. പിന്നീട് വരുന്നത് ഒരു കഥയാണ്, പാലാഴി മദനം. കഥ എല്ലാവർക്കും അറിയാം. കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയണില്ല. ഒരു അമൃതത്തിനെ ചൊല്ലിയുള്ള പശ്ചാത്തലം, ദുർവാസാവ് മഹർഷി വഴിയെ നടന്നു പോയപ്പോൾ ഒരു അപ്സരസിന്റെ അതിസുന്ദരമായിരിക്കുന്ന ഒരു മാലയിരിക്കുന്നു. ദുർവാസാവിനെ കണ്ടപ്പോ ഇവൾ ഭയന്നു പോയി. ഈ മാല ഇങ്ങേർക്ക് കൊടുത്തില്ലെങ്കിൽ ശാപിക്കല്ലോ എന്ന് ചോദിച്ചു. ദുർവാസാവിനെ കണ്ടോണ്ട് അങ്ങേക്ക് വേണ്ടി കെട്ടിക്കൊണ്ട് വന്ന എടുത്തോളാൻ പറഞ്ഞു. ഓ, ദുർവാസാവിന് സന്തോഷം, അവള് തന്നല്ലേ ഇരുന്നോട്ട്. ഇതുമായിട്ട് വഴിയെ പോയപ്പോഴത്തോട് ഇത് മാല എനിക്കിപ്പോ കിട്ടിയിട്ട് എന്നാ പറയണം. അപ്പോഴാണ് ആണ്ടട ഐരാവതത്തിന്റെ പുറത്ത് കയറി ആര് വരുന്നത്? ദേവേന്ദ്രൻ കുളിക്കാൻ പോയതാ, ഇങ്ങേരും കുളിക്കാൻ പോയതാ. എന്നാടാ നീ ഇത് പിടിച്ചോടാ, കുളി കഴിഞ്ഞിട്ട് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ പാവൻ ദേവേന്ദ്രൻ അത് കൊടുത്തു. അപ്പൊ കുളി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയല്ലോ. ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ആനയുടെ പുറത്ത് വെച്ചിട്ട് താഴോട്ടിറങ്ങി കുളിക്കാൻ പോയി. തിരി കഴിഞ്ഞപ്പോ ഇതിന്റെ സുഗന്ധം കൊണ്ട് വണ്ടുകളെല്ലാം കൂടെ ആറര ചുറ്റിയും കിടന്ന് വട്ടം കറങ്ങാൻ തുടങ്ങി. ആനയ്ക്ക് ഇത് കലി വന്നിട്ട് ഇത് പറിച്ച നിലത്തിട്ട് ചവിട്ടി അരച്ചു. ഇത് ആര് കണ്ടു? ദുർവാസാവ്. അവിടെ വെച്ച് ശാപം കൊടുത്ത് നിങ്ങൾക്കൊക്കെ ജരാ ബാധിക്കട്ടെ. അങ്ങനെ പ്രശ്നമായി. എല്ലാരും കിളവന്മാരായി ഇരിക്കുക. അവസാനം ഇതിന് പരിഹാരം വേണമല്ല. അപ്പൊ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ, പാൽക്കടൽ കടഞ്ഞ് അമൃത് നേടണം. അപ്പോഴാണ് വയസ്സന്മാരായിപ്പോയി, ഒറ്റയ്ക്ക് കടയാൻ പറ്റില്ല, കൂട്ടിന് നിങ്ങളുടെ ചേർത്തിയുടെ മക്കളെ കൂടെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആരുടെ ദേവമ്മ, കഥയൊക്കെ അറിയാവുന്ന ഞാൻ ഓടിച്ചു വിടുന്നത്. ഇവരെല്ലാം കൂടെ അങ്ങോട്ട് കടച്ചിൽ ആരംഭിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കടയക്കോല് വേണം, അതിന് മന്ദിരത്തിനെ കൊണ്ടുവന്നു. കയറ് വേണം, വാസുകിയെ കൊണ്ടുവന്നു. കടച്ചിൽ ആരംഭിച്ചു. അപ്പോ ദേവന്മാർ ഇവരുടെ ഉടക്കായി. എന്താ പറഞ്ഞത്? അസുരന്മാർ പറഞ്ഞു, ഞങ്ങൾ വാലെ പിടിക്കാറില്ല, തലയെ പിടിക്കാറുള്ളൂ. അപ്പൊ ശരി, എന്നാ പിടിച്ചോ. അപ്പൊ ഒരു വാലെ പിടിച്ചു, വലി തുടങ്ങി. പകുതിയായപ്പോൾ ആര്? വാസുകി കാളകൂടം വമിച്ചു. ഉടൻ തന്നെ എല്ലാവരും ആരെ വിളിച്ചു? മഹാദേവനെ വിളിച്ചു. എന്നിട്ടോ മഹാദേവൻ കാളകൂടം എടുത്ത് കഴിച്ചു. പിന്നത്തെ കഥ അതെനിക്ക് കേൾക്കാൻ. ശിവരാത്രിയൊക്കെ അങ്ങനെയാണെന്നാ പറയുന്നത്. എന്താ കാര്യം? എന്താ ആ കാളകൂടം കുടിച്ചപ്പോ പിന്നെ നടന്ന സംഭവം എനിക്കറിയണ്ടേ, നിങ്ങൾ അറിഞ്ഞത്? പാർവതി അങ്ങോട്ട് ശിവൻപിള്ളയുടെ കൊരവളയ്ക്ക് അങ്ങ് പിടിച്ചു എന്നാ. ഞാൻ പറയാം. എന്തുകൊണ്ട് പറഞ്ഞു? എന്ത് ചെയ്തു? ഇത് പിടിച്ചു. അപ്പൊ വിഷ്ണു ഇത് കണ്ടു. എന്താ ഇത്? ഛർദിക്കുക. എന്നെ പുള്ളി എന്ത് ചെയ്തു? എന്റെ ചോദ്യം അതല്ല, ഈ കഴുത്തിനും ഇതുകൂടെ അടച്ചു പിടിച്ച പിന്നെ തട്ടിപ്പോവല്ലേ? ഈ മണ്ടത്തരം പറഞ്ഞു കിടക്കല്ലേ മേലെ.
ഇതൊരു വിഡ്ഢിതമായി പറഞ്ഞുണ്ടാക്കിയത്. ഇത് ഞാൻ പറഞ്ഞ ഈ ആചാര്യന്മാരെന്ന് പറയുന്നവന്മാരെ ഈ കുളം മുഴുവൻ ഉണ്ടാക്കിയത്. ഇവിടെ പറഞ്ഞിട്ടില്ല, ഭാഗവത മൂലത്തിൽ പറഞ്ഞിട്ടില്ല, ശിവപുരാണത്തിലും പറഞ്ഞിട്ടില്ല. അതാണ് എന്താണ് ഈ കാളകൂടം വന്നു കഴിഞ്ഞപ്പോൾ ഇത് ലോകത്തെ ഭസ്മമാക്കുമെന്നവരറിഞ്ഞു. ദേവന്മാര് ഭഗവാനെ സ്തുതിച്ചു എന്നാ മഹാദേവനെ. അപ്പൊ മഹാദേവൻ അവിടെ വന്നിട്ട് ഈ കാളകൂടം കയ്യിലെടുത്തപ്പോൾ തനിക്ക് ആചമിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ. എന്തോ ആചമനം എന്ന് പറഞ്ഞ അമ്പലത്തിൽ ചെന്നിട്ട് തീർത്ഥം വാങ്ങിച്ചിട്ട് എന്താ ചെയ്യുക? ഓ സേവിക്കുക. ഇവിടെ വേറെ വന്നത് തീർത്ഥം കുടിക്കുക എന്നാ പറഞ്ഞത്. എങ്ങനെ വേണം തലയിൽ തേക്കുന്നത് നല്ല, നമ്മുടെ തലമുടി ഒന്നുകൂടെ ഒതുങ്ങും. തീർത്ഥം കുടിക്കുവല്ല, തീർത്ഥം വാങ്ങുന്നതിനുണ്ട് കണക്ക്. ദാ ഇങ്ങനെ പിടിക്കുക, ഒരു ശംഖിന്റെ രൂപം. എന്നിട്ട് ഈ ഉള്ളം കൈയിലാ വീഴേണ്ടത്. ഈ ഉള്ളം കൈയിൽ വീഴുന്നത് ഇവിടെ വെച്ച് ഇങ്ങനെ കമത്തുകയാ. അത് തൊണ്ടക്കുഴി വരെ പോകാനേ കാണുള്ളൂ. ഈ പണിക്ക് പറയുന്ന പേര് ആചമനം. ഇതങ്ങനല്ല. നമ്മള് അമ്പലത്തിന്റെ വടക്കേ ഓവിന്റെ അവിടെ പോയി ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്ന പോലെ ഇവനെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നവകവും പഞ്ചഗവിയും ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ, മീനഭരണിയ വിശേഷ ദിവസമാണെങ്കിൽ, നവകവും ഒക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കാണല്ലോ ആടുക. ഈ ചൂടത്ത് മീനമാസത്തിലെ കാലം ചൂടാ, പൊരിഞ്ഞു നിൽക്കുക. അപ്പോൾ ആ തന്ത്രി ഇതങ്ങോട്ട് ഒഴിക്കുന്നത്, ദാഹിച്ച് പരവേശപ്പെട്ട് നിൽക്കുകയല്ലേ, ടാപ്പിൽ നിന്ന് കുടിക്കുന്ന പോലെ അങ്ങ് കുടിക്കുക. അതിനുള്ള അല്ല, ഇത് ആചമനത്തിനുള്ളതാണ്. ആചമിക്കുക എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴി വരെ പോകാനേ കാണൂ. അങ്ങനെയാണെങ്കിൽ കാളകൂടം ഭഗവാൻ എടുത്തത് ആചമിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആ കാളകൂടം എവിടം വരെ പോയി എന്നർത്ഥം. ഇവിടം വരെ പോയി, അല്ലാതെ പാർവതി പരമേശ്വരന്റെ എവിടെ പിടിച്ചിട്ടില്ല. തോന്നിവാസം പറയല്ലേ, ദേഷ്യം വരും എനിക്ക്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം, ഈ വന്ന പരമേശ്വരന്റെ കഴുത്തലിടയ്ക്ക് വീട്ടിൽ പാർവതി പിടിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള പരമേശ്വരന്മാർ കാണും. ഈ കാഴ്ച കണ്ടിട്ട് പാർവതി അന്വമോദത എന്ന ഭാഗവതം പറഞ്ഞത് ഭഗവാനെ അനുമോദിച്ചു എന്നാണ്. അല്ലാണ്ട് വിഷ്ണു അവിടെ പൊത്താൻ ചെന്നെന്നോ അങ്ങനെയൊക്കെ പറയട്ടെ. അതുകൊണ്ട് അങ്ങനൊന്നും കഥയില്ല കേട്ടോ. കിളിപ്പാട്ടിലുണ്ട്, കിളിപ്പാട്ട് കുറെയൊക്കെ തെറ്റിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. ഏതായാലും അതാണ് സംഭവം. ഈ കാളകൂടം അങ്ങനെ ഭഗവാൻ ഭഗവാൻ അവിടെ നിന്ന് ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈ ആന്ധ്രയിലും തമിഴ്നാട്, ആന്ധ്രയിലാണ് പഠിച്ചതൊക്കെ. ഈ ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ വൈഷ്ണവ ശൈവ ശാക്തേയ സമ്പ്രദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയുണ്ടെന്ന് ഞാൻ ദക്ഷയാഗം പറഞ്ഞപ്പോൾ പറഞ്ഞു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ BGക്ക് പഠിക്കുമ്പോൾ ചില പദ്യങ്ങളൊക്കെ പഠിക്കണം. അതിനകത്ത് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നത് നീലകണ്ഠ ചമ്പു എന്ന് പറയുന്ന കാവ്യം. ഈ ചമ്പു കാവ്യം എന്ന് പറഞ്ഞാൽ ഗദ്യവും പദ്യവും കൂടെ മിക്സ് ആയിട്ടുള്ള കാവ്യങ്ങൾക്ക് പറയുന്ന പേരാണ് ചമ്പു കാവ്യം. ഈ ചമ്പു കാവ്യം നീലകണ്ഠ വിജയൻ, നീലകണ്ഠ ദീക്ഷിതർ എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരൻ എഴുതിയ. അതൊരു ശൈവ ബ്രാഹ്മണനാണ്. എന്നെ പഠിപ്പിക്കുന്ന ആള് ഒരു വൈഷ്ണവ ബ്രാഹ്മണനുമാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് എനിക്ക് എന്താന്ന് മനസ്സിലാകുന്നില്ല. ഈ പദ്യം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് ഇടയ്ക്ക് ശിവൻ ശിവൻ എന്നൊക്കെ പറയുന്നു. ഈ ശിവൻ എന്നുള്ള ശബ്ദം വരുമ്പം ഈ പഠിപ്പിക്കുന്ന പ്രൊഫസർ ശിവം എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്പൊ പറയും മംഗളം, അങ്ങനെ പറയുന്നു. എനിക്കിതൊരു സംശയം. ഞാൻ സാറിനോട് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് ചോദിച്ചു, സാർ എൻ്റെ ഒരു സംശയം ചോദിക്കാം, മലയാളം എനിക്ക് നിങ്ങളുടെ രീതി അറിയില്ല, എന്താ ചോദിക്കണമെന്ന്. സാർ എന്തിനാ ശിവ എന്ന് പറഞ്ഞാൽ അവിടെ മംഗളം എന്ന് പറയുന്ന പാദമില്ല. അപ്പോൾ ആ സാറിനോട്, ഞങ്ങൾ ശൈവ സമ്പ്രദായ വൈഷ്ണവ സമ്പ്രദായക്കാരാണ്, ഞങ്ങൾ ശിവൻ എന്നുള്ള ശബ്ദം ഉച്ചരിക്കും. അഥവാ ഉച്ചരിക്കേണ്ടി വന്നാൽ അപ്പോൾ തന്നെ അതിന്റെ പരിഹാരമായിട്ട് എന്ത് പറഞ്ഞേക്കണം? മംഗളം എന്ന്. അല്ലാണ്ട് പരമേശ്വരനെയാണെന്ന് അതിന് പറയുന്ന. ആ നീലകണ്ഠ ചമ്പു വിജയത്തില് ഈ നീലകണ്ഠ ദീക്ഷിതർ എഴുതിയിരിക്കുന്നത്, ആ പാലാഴി മദനം നടന്നപ്പോ ഈ കാളകൂടം വമിച്ചപ്പോൾ വലിയ കേമന്മാരായ വിഷ്ണു കുറഞ്ഞവരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും വായും പൊളിച്ച് നിൽക്കുമായിരുന്നു എന്നാ പറഞ്ഞു. എന്റെ മഹാദേവനെ ഉള്ളായിരുന്നു ഏത്
എടുത്ത് കുടിക്കാനെന്നാ പറഞ്ഞു. അപ്പൊ അവിടെയും അങ്ങേര് പോലും പറഞ്ഞിട്ടില്ല കഴുത്തിന് കയറി ആര് പിടിച്ചെന്ന്. എന്റെ ദൈവമേ, ഇങ്ങനൊന്നും പറയല്ലേ. അത് ആയിക്കോട്ടെ. ഏതായാലും ആ ചടങ്ങൊക്കെ കഴിഞ്ഞു. അവസാനം അതിൽ നിന്ന് ഇടയ്ക്ക് മന്ദരപർവ്വതം താന്നുപോയി. അന്നേരമാണ് കൂർമാവതാരം. പിന്നീട് അതിൽ നിന്ന് ഓരോന്നോ ദിവ്യമായ സാധനങ്ങൾ പൊങ്ങി. ഐരാവതം. അപ്പോഴാണ് ഒരു സംശയം ആദ്യം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞില്ലാന്നേ ഉള്ളൂ, സമയം പോലത്. ഈ മാല എവിടെ വെച്ചതിന്റെ പുറത്താ ഈ വണ്ടി ശല്യം ഉണ്ടാക്കിയത്? ഐരാവതം. അപ്പൊ ഒരു ഐരാവതം അവിടെ കിടക്കുക. ഇപ്പൊ പറയുന്നു പാലാഴി കിടഞ്ഞപ്പോൾ ഐരാവതം പൊങ്ങിയെന്ന്. ഇതെങ്ങനെയാ യോജിക്കുന്നത്? എന്ന് പറഞ്ഞാൽ അത് രണ്ടും രണ്ട് ഐരാവതമായിരുന്നു. ആദ്യത്തെ ഐരാവതം ആ ദേവേന്ദ്രന്റെ വാഹനമാണ്. ഇത് പിന്നീട് വന്ന ഐരാവതമാണെന്നർത്ഥം. ഏതായാലും ലക്ഷ്മി ദേവി വന്നു. ലക്ഷ്മി ദേവി ആര് കൊണ്ടുപോയി? ഭഗവാൻ. അതേപോലെ തന്നെ കുതിര ഉച്ചൈസ്രവസ് എന്ന കുതിര പൊങ്ങി വന്നു. സൂര്യൻ കൊണ്ടുപോയി. രത്നങ്ങൾ ഉണ്ടായി. ഓരോന്നും വിശേഷപ്പെട്ട ഓരോരുത്തര് എടുത്തു. അവസാനമാണ് സാക്ഷാൽ ധന്വന്തരി മൂർത്തി അമൃത കലശവുമായി പൊങ്ങി വന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഇത് കിട്ടി വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ഇടം ഉണ്ടായിരുന്ന ആർക്കായിരുന്നു? അവന്മാരെ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇത്രയും നേരം കഷ്ടപ്പെട്ട ദേവന്മാര് കുഴഞ്ഞു. ഭഗവാന്റെ അടുക്ക ചെന്നു. ഭഗവാനെ എന്തെങ്കിലും പരിഹാരം റെഡിയാക്കാന്ന്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു മോഹിനി രൂപത്തിൽ അവിടെ ചെന്നു. നമ്മളെ കഥകളിൽ കേട്ടിരിക്കുന്ന പോലെ അമൃതം അങ്ങോട്ട് കിട്ടിയ ഉടനെ ഓരോ ലേഖ്യം കഴിക്കുന്നതിന് ഓരോ ടീസ്പൂൺ വാരി കഴിക്കാനുള്ളതല്ല. ഇതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. സ്നാനം ചെയ്ത് ചില ക്രിയാകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഏത് കഴിക്കാവൂ, ഇത് കഴിക്കാവൂ അന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ആരവിടെ എത്തി? മോഹിനി രൂപത്തിൽ അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിളമ്പി തരാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ തട്ടിപ്പുകാരിയാണെന്ന്. അങ്ങനെയൊന്നുമില്ല, തട്ടിപ്പുകാരിയൊന്നുമല്ല, നിങ്ങൾക്ക് ഞാൻ വിളമ്പി തരാന്നൊക്കെ പറഞ്ഞു. എല്ലാരും കണ്ണടച്ച്. ആദ്യം ആരാണോ കണ്ണടയ്ക്കാതിരിക്കുന്ന ആ ആളിന് എന്നെ വിവാഹവും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാന്നൊക്കെ വാക്കും കൊടുത്തു. അതുകൊണ്ട് ആരും എന്ത് ചെയ്തില്ല, കണ്ണു തുറന്നില്ല. ഈ സമയം ആര് മുങ്ങി? കാരണം എന്താ? അമൃത് കിട്ടേണ്ടവൻ എന്ത് ചെയ്യല? മോഹിനിയെ നോക്കത്തില്ല. മോഹിനിയെ നോക്കിയവന്മാർക്കൊക്കെ എന്നും കിട്ടിയില്ല. മനസ്സിലായോ? അത് അവിടെ സംഭവിച്ചത്. ഇവന്മാരെല്ലാം ആരെ കിട്ടുമെന്ന് വെച്ചിരുന്നു? മോഹിനി. അതുകൊണ്ട് അമൃത് പോയി. നേരെ ദേവന്മാർക്ക് കൊണ്ട് കൊടുത്തു, അവര് കഴിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കഥ. അതാണ് പാലാഴി മദനം. അപ്പൊ പാലാഴി കടഞ്ഞപ്പോഴാണ് ഏത് കിട്ടിയത്? അപ്പൊ പാല് കടഞ്ഞാലേ അമൃത് കിട്ടൂ, അങ്ങനല്ലേ? പാലൊറയഴിച്ച് കടഞ്ഞാലേ അതിനകത്ത് ഏറ്റവും വിശേഷപ്പെട്ട ഏത് കിട്ടൂ? വെണ്ണ അല്ലേ? ഏതാ ഈ പാലാഴി? പാലിന്റെ വേറൊരു ഗുണമുണ്ട്. പാൽ ഏറ്റവും വലിയ സമീകൃത ആഹാരം, എല്ലാ ഗുണങ്ങളും ഉള്ള എല്ലാം ഉണ്ട് അതിനകത്ത്. അതേ പാല് ചീത്തയായാലോ 2-3 ദിവസം കഴിഞ്ഞാൽ പാലടച്ചു വെച്ച് ഒന്ന് മണത്ത് നോക്കണം. മനുഷ്യന്റെ ശരീരമാണ് ചീഞ്ഞാൽ ഏറ്റവും വലിയ ദുർഗന്ധം എന്നാ പറയും. അതിനേക്കാൾ ദുർഗന്ധമാണ് ഇതിന് പാല്. അപ്പൊ പാല് നല്ലതുമാണ്, അതേപോലെ തന്നെ അപ്പൊ അതിന്റെ ഉപയോഗം പോലെ ഇരിക്കും. അപ്പൊ പാലാഴി കടയണം എന്നാ പറഞ്ഞത്. അപ്പൊ ഏതാ ഈ പാലാഴി? മനസ്സാണ്. ഈ സംസാരമാണ് പാലാഴി. ഇത് തന്നെ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കടയണം. ഇത് കടയുമ്പോഴാണ് ആദ്യം കുറെ സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ വേണ്ടവരൊക്കെ എടുത്തോണ്ട് പോകും. പക്ഷെ അവസാനമാണ് ഇതിൽ നിന്ന് ഏത് പൊങ്ങുന്നത്? അമൃത്. അത് പക്ഷേ യോഗ്യതയുള്ളവർക്ക് കിട്ടും. മനസ്സിലായോ? അതായത് പുറമേ കാണിക്കുന്ന സപ്താഹം ഇപ്പൊ പാലാഴി, ഇതാണ് നമ്മുടെ എന്താണ് ഇപ്പൊ ഈ ചൂരക്കുളങ്ങര എന്ന് പറയുന്ന ഈ പാലാഴി, ഈ സംസാരം ഇവിടെ ഇപ്പൊ കടച്ചിൽ തുടങ്ങിയിരിക്കുക. ഏതാ? കടകോലും
കടയാനുള്ളവരും ഒക്കെ വന്നു. പക്ഷെ ഈ കടച്ചിൽ നടക്കണമെങ്കിൽ ഒരാളെ കൊണ്ട് മാത്രം നടക്കുവോ? ദേവന്മാരും വേണം, അസുരന്മാരും വേണം. എന്നാൽ അസുരന്മാരെന്നാൽ രജോ ഗുണ ഉള്ളവരും സാത്വിക ഗുണമുള്ളവരുമായ ആളുകൾ വേണം. അപ്പോ രാവിലെ തിരുമേനി വന്നു പൂജ കഴിക്കാൻ. ഗണപതി ഹോമത്തിന് തേങ്ങയില്ല. അപ്പൊ തിരുമേനിയുടെ ഒരു ആണ്ടാണ്ട് ആ തെങ്ങ കയറി 2 തേങ്ങ ഇട്ടിട്ട് അങ്ങോട്ട് ഗണപതി ഹോമം നടക്കുവോ? അപ്പൊ തെങ്ങ കയറാൻ ആ സഹായം ചെയ്യുന്ന രജോ ഗുണമുള്ളവർ വേണം. ഈ പന്തലിടണം, ഇവിടെയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അതിനൊക്കെ ആര് വേണം? ഇത് പറയണം, വായിക്കണം, കേൾക്കണം. അതിനും ആളുകൾ വേണം. അപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്നാല് ഒരു കടച്ചിൽ നടക്കും. അപ്പൊ ഇവിടെ നടക്കുന്ന ഒരു കടച്ചില. ഈ കടച്ചില് ഏത് വെച്ചുകൊണ്ട്? കടകോലേതാ? ഈ ഭാഗവതമാകുന്ന കടകോല് വെച്ച് ഈ പാലാഴിയെ നമ്മൾ എന്ത് ചെയ്യുക? കടയുക. അങ്ങനെ കടയുമ്പോ ചിലരൊക്കെ ചിലത് കിട്ടുമ്പോ അങ്ങ് പോകും. മനസ്സിലായോ? ഇങ്ങനെയപ്പോ പറയണേ. വേണ്ട, ചിലര് പറയും ആ സപ്താഹത്തിന് വന്ന ആ പൊളി എന്തോ ഒരു പാട്ടായിരുന്നു, അല്ലെങ്കിൽ മേളങ്ങൾ, ആ രുക്മിണി സ്വയംവരം എന്ത് പരിപാടിയായിരുന്നു. ഇവിടെ തിരുവഞ്ചൂരൊരു സപ്താഹം നടന്നിടത്ത് ഭയങ്കര പ്രഹ്ലാദനുമായിട്ടൊക്കെ വേഷം കെട്ടി ദൃശ്യം വിരുന്നൊക്കെ ആയിരുന്നെന്നൊക്കെ കേട്ടത്. എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ചിലർക്കൊക്കെ അത് മതി, അതും കേട്ടോണ്ട് അവരങ്ങ് പോകും. പക്ഷെ ചിലരതല്ല. ഇതുകൊണ്ട് എന്റെ ആധ്യാത്മികമായ ആ ഒരു ഇണക്കത്തിന് പ്രയോജനപ്പെടുന്നത് എന്തൊക്കെയാണോ ആ അമൃതിനെ മാത്രം എടുക്കും. അങ്ങനെ ഈ കടച്ചിൽ തുടങ്ങുമ്പോൾ അവിടെ കടച്ചിലിൽ ആദ്യമാണ് ഏത് പൊങ്ങിയത്? കാളകൂടം വന്നത്. ഈ സപ്താഹം എന്ന് പറയുന്ന കടച്ചിൽ നടക്കുമ്പോൾ കാളകൂടം വരുന്ന അവസാനമാണ്. എപ്പോഴാണെന്നറിയാവോ? കണക്ക് വായിക്കുമ്പോ. അപ്പോ ആ കാളകൂടം വിഴുങ്ങാൻ ആരെങ്കിലും ഒരാള് വേണ്ടി വരും. ഇങ്ങനെ കടഞ്ഞ് അവസാനം 7-ാം ദിവസം നമുക്ക് തോന്നും എനിക്ക് ഉദ്ദേശിച്ച അമൃത് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടലാണ് ഏത്? ഇപ്പൊ ഇവിടെ നടക്കുന്നതും എന്താ? ഒരു മഥനമാണ്. അവിടെ 7 ദിവസം കൊണ്ടാ. ഇവിടെ എന്ത് ചെയ്യുക? 7 ദിവസം കൊണ്ട് നമ്മള് മതിക്കുകയാന്നർത്ഥം. അമൃത് വേണ്ടവർക്ക് അമൃത്. ഇനി കല്യാണം അതൊക്കെയാണ് വേണ്ടവർക്ക് ഇന്ന് വൈകുന്നേരം അത്. പാട്ട് വേണ്ടവർക്ക് ഞാൻ പാടിയില്ല, അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടുന്നത് അതാണ് അവരവർക്ക് വേണ്ടുന്നത്. അല്ലെ, അങ്ങനെയല്ല. ഇപ്പൊ ഒരു സപ്താഹം കേട്ടാൽ എല്ലാ കാര്യങ്ങളുടെ ഉൾപ്പെട്ടതാണെങ്കിൽ ചിലതായിരിക്കും ചിലരെ എന്താണ് സ്വാധീനിക്കുന്നത്, അല്ലേ? അപ്പൊ അവരതിനെ ചിലർക്കതൊന്നും അല്ല, ഇങ്ങനെ വിളക്കുമൊക്കെ കത്തിച്ച് വെച്ച് നല്ലൊരു ഭംഗി പുറമേയുള്ള അതൊക്കെ കാണുമ്പോഴായിരിക്കും ഒരാൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അവരവർക്ക് വേണ്ടുന്നത് അവരവർ എടുത്തുകൊണ്ട് പോകും. അമൃതിനെ വേണ്ടവര് ഏത്? ഇരുന്ന് കേട്ട് ഇതിനകത്തെ എന്റെ ആധ്യാത്മികമായ ഉന്നതിക്ക്, വളർച്ചയ്ക്ക് അവിടെ പറയുന്നതിൽ ഏതെല്ലാം പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് അവരത്, ബാക്കിയൊക്കെ അവരതങ്ങ് കളയും. അതാണ് ഏത്? ഇവിടെ നടക്കുന്നത് പാലാഴി മഥനം. പിന്നീട് നടന്നതാണ് അടുത്ത മന്വന്തരത്തിൽ നടന്ന ആരുടെ കഥ? വാമന അവതാരം. കഥയറിയാം. വിരോചനന്റെ പുത്രനായിരിക്കുന്ന മഹാബലി, ആ മഹാബലി വരുന്നതിനൊരു കാരണമുണ്ട്, അല്ലെങ്കിൽ വാമനാവതാരത്തിനൊരു കാരണമുണ്ട്. ഒന്ന് വൃത്രാസുരനെ വധിച്ച കാരണം, പിന്നെ ദേവേന്ദ്രൻ ഈ വൃത്രാസുരനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രനെ കൊല്ലാനുള്ള ഒരു മകൻ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ദിതി ഒരു വ്രതം അനുഷ്ഠിച്ചു. അതിന് പറയുന്ന പേര് പുംസവന വ്രതമാണ്.
എന്തിനാണ് കശ്യപനോട് പറഞ്ഞിട്ട് പാല് മാത്രം പയോവ്രതം അല്ല പയോവ്രതം ഈ വരുന്ന പുംസവനം അതിങ്ങനെ കഴിച്ച് വരികയാണ്. ഇപ്പോഴത്തേക്കാണ് അതിഥി വിവരം അറിഞ്ഞു. ദേവേന്ദ്രനോട് പറഞ്ഞു, നിന്റെ കുഞ്ഞമ്മ നിന്നെ തട്ടാനുള്ള ചെറുക്കൻ ഉണ്ടാവാനായിട്ട് അവിടെ തപസ് ചെയ്യുകയാണ്, അതുകൊണ്ട് വേഗം തപസ് മുടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദിതി തപസ് ചെയ്യുന്നിടത്ത് ദേവേന്ദ്രൻ വേഷം മാറി ഒരു പരിചാരകനെ പോലെ ദിതിയെ തപസ്സിന് സഹായിച്ചുകൊണ്ട് അവിടെ കഴിയുകയാണ്. അപ്പൊ ദേവേന്ദ്രൻ വന്നപ്പോ ഒരു സംശയമുണ്ട്, ഇവൻ പണിയൊപ്പിക്കാനാണോ വന്നത്? പക്ഷേ കുഞ്ഞമ്മയല്ലേ വളരെ ശ്രേഷ്ഠമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ആരെ സഹായിക്കുക? ഇവരെ ദിതിയെ. ഇപ്പൊ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഇവൻ കുഴപ്പക്കാരനാണെന്ന് തോന്നില്ല. പൂ വരച്ചു കൊണ്ട് കൊടുക്കുക, മാല കെട്ടി കൊടുക്കുക, മറ്റു സാധനങ്ങൾ കൊണ്ട് കൊടുക്കുക, ഇതെല്ലാം ആര് ചെയ്തു കൊടുക്കുക? ദേവേന്ദ്രൻ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ദേവേന്ദ്രന്റെ ഉന്നമന്ന എപ്പോഴാണ് ഈ ദിതിയുടെ വ്രതം മുടങ്ങുന്നതെന്ന്. അപ്പൊ ഈ വ്രതത്തിന്റെ നിയമം അനുസരിച്ച് പകല് കിടന്നുറങ്ങാൻ പാടില്ല, തലമുടി അഴിച്ചിട്ടുകൊണ്ട് കിടക്കാൻ പറ്റില്ല, ശുഭ്രവസ്ത്രമേ അണിയാവൂ, മുഷിഞ്ഞ വസ്ത്രം ഇങ്ങനെയൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. ഇത്ര നേരം കുളിക്കണം. ഈ തപസ് തീരാറായ കാലമായപ്പോഴത്തേക്ക് ഈ പയോവ്രതമല്ലേ എന്താണ് അല്ല ഈ പുംസവന ഒരു നിർദ്ദേശമുണ്ട് ഭക്ഷണത്തിൽ. അകപ്പാടെ പരിക്ഷീണിതയായി പോയി ദിതി. ഒരു ദിവസം ഉച്ചയ്ക്ക് ക്ഷീണം കൊണ്ട് ആര് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി? ദിതി. തലമുടി അതുകൊണ്ടാ പറയുന്ന അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കുളി കഴിഞ്ഞാലും മുടി തോരണം എന്നുള്ളത് വാസം. പക്ഷേ എന്നാലും ഒന്ന് ഒതുക്കി കെട്ടിക്കൊണ്ടേ പോകാവൂന്നൊക്കെ പറഞ്ഞ കാര്യം ഇതായിരിക്കും. ഏതായാലും തലമുടി അഴിച്ചിട്ട് കിടന്നുറങ്ങി. ഈ സമയത്ത് ദേവേന്ദ്രൻ ഇത് കണ്ടു. നേരെ എന്ത് ചെയ്തു? സൂക്ഷ്മരൂപിയായിട്ട് ദിതിയുടെ ഗർഭത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. തന്റെ കയ്യിലിരുന്ന വജ്രായുധം കൊണ്ട് ദിതിയുടെ ഗർഭത്തെ 7 ആയിട്ട് മുറിച്ചു. അപ്പൊ ഈ 7 ഖണ്ഡങ്ങളും കിടന്ന് കൂവാൻ തുടങ്ങി. ഓരോ കഷ്ണത്തെയും വീണ്ടും 7 ആക്കി. എന്നിട്ട് പുറത്തോട്ട് വന്നു. എന്നിട്ട് പോവുകയും ചെയ്തു. 10 മാസം തികഞ്ഞപ്പോൾ ആര് പ്രസവിച്ചു? ദിതി. ഒന്നിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ദിതിക്കുണ്ടായത് 49 എണ്ണം. അപ്പൊ മനസ്സിലായി പണിപാളി. അപ്പൊ ദേവേന്ദ്രനോട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? പിന്നെ സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെതാണ് ഇപ്പൊ പറഞ്ഞു, ഇനി നീ കൊണ്ടുപോകോളാൻ പറഞ്ഞു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഇവരുണ്ടായെങ്കിലും ദിതിയിൽ നിന്നുണ്ടായെങ്കിലും ഇവർക്ക് ദേവാംശം ഉണ്ടായിരുന്നു. എന്താ കാരണം? ഈ ദിതി തപസ്സനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ ഏറിയത്. അതുകൊണ്ട് ഇവർക്ക് അല്പം ദേവാംശം ഉണ്ട്. ആ ഉണ്ടായവരുടെ പേരാണ് മരുത്തുകൾ എന്താ പറയുക. അവര് ദേവന്മാരുടെ കൂട്ടത്തിൽ കൂടി. പക്ഷെ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, നല്ല ഇല്ലക്കാര് ദേവന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പതിത്വം ഉണ്ടെന്നർത്ഥം. അതുകൊണ്ട് 2ാം പന്തിയിലെ അവരെ ഇരുത്തു. ഇപ്പൊ പറയല്ലേ അഷ്ടവൈദ്യന്മാര്, ഏതാ? ഒളശ, വയസ്കര, പിന്നെ തൃശ്ശൂര് വൈദ്യമണം അല്ല, പിന്നെ വേറൊന്നുണ്ടല്ലോ ഇന്ന് തൈക്കാട്ട്. ഇവരൊക്കെ 1ാം തരം നമ്പൂതിരിമാരാ. പക്ഷേ ഇവർക്ക് ക്രിയാസ്ഥാനം ഇല്ല. എന്തുകൊണ്ടാ? വൈദ്യവൃത്തി സ്വീകരിച്ചത്. അതിന് 9ാമത്തെ അധ്യായ ഖണ്ഡത്തിൽ സുകന്യാചരിതം പറയുന്നിടത്ത് അതിന്റെ കാരണം പറയാം. ഇപ്പൊ വേണ്ട. ഏതായാലും ഈ തരത്തില് മരുത്തുകളായി. അതിനുശേഷമാണ് ഈ ദിതി തന്റെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ രാജ്യം ഏതാ? പാലാഴി മദനത്തിലൂടെ എല്ലാം നഷ്ടപ്പെട്ടു, അത് വീണ്ടെടുക്കണം. അതിന് തക്കതായ എന്താണ് ഇതൊക്കെ വേണമെന്നും പറഞ്ഞ് എന്ത് ചെയ്തു? അതിന് ശേഷം ഭയങ്കരമായ യുദ്ധം നടന്നു. ദേവന്മാരെ പരാജയപ്പെടുത്തി ആര്? അസുരന്മാര്. ഇത് നേടിയപ്പോഴാണ് അതിഥി ഒരു തപസ് ചെയ്ത് പയോവ്രതം. അങ്ങനെ അവർക്ക് രാജ്യം നേടിക്കൊടുക്കാനായിട്ട് ഒരു പുത്രൻ ഉണ്ടായി. അതാണ് ആര്? വാമനൻ. ഈ സമയത്ത് മഹാബലിയാണ് ആ ഭൂമി ഭരിച്ചിരുന്നത്.
കഥയൊക്കെ അറിയാം. ഓണം ആഘോഷിക്കുന്നതുകൊണ്ട് നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ ആ കഥയിലോട്ട് പോകുന്നില്ല. കിടക്കുന്നുണ്ട്. ഏതായാലും എന്താണ്, 3 അടി ഭൂമി യാചിച്ചു. 3 അടിയാ ചോദിച്ചെങ്കിലും 2 അടി കൊണ്ട് തന്നെ ഒക്കെ അറിയാവുന്ന, അതുകൊണ്ട് ഞാൻ പറയാത്ത. 3-ാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ താൻ ചെയ്ത ശപഥം പാലിക്കാൻ പറ്റാതെ വന്നപ്പോൾ തലകുനിച്ചാരി നിന്നു. ബലി നിന്നുവെന്നും ആ ബലിയെ വാമനൻ എന്ത് ചെയ്തു? അതാ എനിക്ക് കേൾക്കണ്ടത്. എനിക്കറിയാൻ എന്നാ സംഭവം. ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി അല്ലേ? അങ്ങനെ പറയുന്നു. നമ്മളത് കേൾക്കുന്നു, നമ്മളും പറഞ്ഞു നടക്കുന്നു. ഇതാ കുഴപ്പം. മുമ്പേ നച്ചീടിന ഗോവ് തന്നെ ഇമ്പേ ഗമിക്കും ബഹുപോക്കളല്ല. ആദ്യത്തെ പശു എന്ന പൊട്ടക്കിണറ്റി ചാടിയാൽ ബാക്കിയുള്ള മുഴുവൻ പശുവും എവിടെ തന്നെ ചാടും? പറ്റിയത് ഇതാണോ സംഭവം? 1-ാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ കേരളത്തിൽ ഐതിഹ്യമായി പറയുന്ന ഈ ഓണവുമായിട്ട് ആർക്ക് ബന്ധമില്ല? ഈ പുരാണത്തിലെ മഹാബലിക്ക് യാതൊരു ബന്ധവുമില്ല. ഇവിടെ വലിയൊരു കോലാഹലം നടന്നു. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷാ തിരുവോണനാളിൽ കേരളീയർക്ക് വാമന ജയന്തി ആശംസകൾ അർപ്പിച്ചപ്പോൾ ഇവിടുത്തെ വിവരം കെട്ട ആളുകള് എന്താ, വാമന ജയന്തി അല്ല, മഹാബലി കേരളത്തിലേക്ക് വരുന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലേ? അവൻ എന്തറിഞ്ഞിട്ടാ? ഈ മഹാബലിയും വാമനനും നമ്മൾ യാതൊരു കേരളവുമായിട്ട് ഒരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ തിരുവോണം അതിന് പറയുന്നത് ശ്രാവണ നക്ഷത്രം എന്നാണ്. ഈ ശ്രാവണ നക്ഷത്രം കൃത്യമാണ് വാമനാവതാര ദിവസമാണ്. ഹിന്ദുവിനെ സംബന്ധിച്ച് മഹാബലി വരുന്ന ദിവസമല്ല, വാമന അവതാര ദിനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓണത്തിന് പൂക്കളമൊക്കെ ഇട്ടിട്ട് മണ്ണ് കൊണ്ട് രൂപം ഉണ്ടാക്കുന്നത്. ഏത് രൂപ? വാമന രൂപ. അത് പിന്നെ അതുകൊണ്ട് തന്നെയാണ് കൊച്ചി രാജാവ് തൃപ്പൂണിത്തുറയിൽ നിന്ന് അത്തച്ചമയം വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് പണ്ട് നടത്തിക്കൊണ്ടിരുന്നതൊക്കെ. യഥാർത്ഥത്തില് ഈ മഹാബലി ഈ കേരളം എന്നുള്ള രാജ്യം ഇല്ലായിരുന്നോ? വാമനാവതാരം പരശുരാമൻ അവതാരത്തിന് മുമ്പാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. അപ്പൊ വാമനാവതാരം നടക്കുമ്പോൾ ഏത് സംസ്ഥാനമില്ല? കേരളം ഇല്ല. പിന്നെ എങ്ങനെയാ കേരള ചക്രവർത്തി ആകുന്നത്? ഒന്നത്, കേരളം കേരളമായി രൂപീകൃതമായി ഏത് ഇയറില? എന്താ കേരള പിറവി? 1950 അല്ലേ? എത്രയിലും ആണ്? 51, 56 അല്ലേ? ആ 56-ന് മുമ്പ് ഇത് ഏതായിരുന്നു? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ സാമൂതിരി, കൊച്ചി ശക്തന്തപുരാൻ, ആ പരമ്പര. തിരുവിതാംകൂർ അറിയാമല്ലോ, ഈ 3 രാജ്യങ്ങളായി. അപ്പൊ അതിനു മുമ്പ് കേരളമില്ല. പിന്നെ എങ്ങനെ കേരളം ഭരിക്കുക? അപ്പൊ അത് തന്നെ തെറ്റ്. മറ്റൊന്ന്, നമ്മുടെ വിശ്വാസം, നമ്മുടെ മിത്താണെങ്കിൽ പോലും പറയുന്നത് പരശുരാമനാണ് മഴുവറിഞ്ഞ് കേരളം സൃഷ്ടിച്ചത്. വാമനാവതാരത്തിന് ശേഷം എത്രയോ കാലത്തിന് ശേഷമാ മഴുവറിഞ്ഞതപ്പോ അപ്പോഴും ഏതില്ല. ഇനി മറ്റൊന്ന്, ഈ ഭാഗവതത്തിൽ തന്നെ പറയുന്നു, നർമ്മദാ നദിയുടെ വടക്കേ തീരത്തുള്ള ഭൃഗുകച്ഛപം എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാബലി യാഗം നടത്തിയത്. അവിടാണ് ആര് എന്നത്? വാമനൻ. നർമ്മദാ നദി ഏതായാലും കേരളത്തിലൂടെ ഒഴുകുന്നില്ല എന്നുള്ള ഉറപ്പല്ലേ? ഇനി അടുത്ത സംശയം, കേരളം ഭരിക്കുന്ന
ഏത് രാജാവിനെയാണ് ചക്രവർത്തി എന്ന് പറയുക? കേരളം മാത്രം ഭരിച്ചാൽ ചക്രവർത്തിയാകുവോ?